ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ന് BTS ആർമി ഡേ ആണല്ലോ. അപ്പോൾ ആർമീസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും മോശമല്ലേ? ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇവരുടെ വലിയ ഫാനാണെന്ന്. സത്യത്തിൽ ഇതിലുള്ള മെമ്പേഴ്സിൻ്റെ പേരുകൾ പോലും എനിക്ക് മൊത്തത്തിൽ അറിഞ്ഞൂടാ. നമ്മൾ പാവം 90s കിഡ്സ് മൈക്കിൾ ജാക്സനൊക്കെ പിടിക്കത്തുള്ളൂ. ഇന്നലത്തെ വീട്ടിലൊരു കമൻറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനത്തെ ഒക്കെ ഒരു ദിവസമുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഒരു ചാർട്ട് പേപ്പർ എടുക്കുക, 20x22 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് 1 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിൽ 4 സൈഡിലും 4 ലൈൻസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ 4 എഡ്ജസ് ഇല്ലേ അത് 4ഉം കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇനി ആ സെക്കൻഡ് കള്ളിയിൽ 1 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിൽ ഒരു ലൈൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും ഒരു ലൈൻ വെച്ച് കൊടുക്കുക. മനസ്സിലായില്ലല്ലോ? ഇതുപോലെ വരച്ച് കൊടുക്കണമെന്ന്. 2 സൈഡ്സ് മാത്രമേ ഇങ്ങനെ ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. എന്നിട്ട് ആ ലൈൻസിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത് കളയുക. മനസ്സിലാവാത്തവർക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവുണ്ടാവും. ആ 4th കള്ളിനെ വെറുതെ വിട്ടേക്ക്, പാവല്ലേ. ഇനി ആ വരകളുണ്ടല്ലോ അവിടെ ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുക്കുക. എല്ലാ സൈഡും അതുപോലെ മടക്കി കൊടുക്കണേ. അല്ല, എന്താ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഫ്രെയിമാണിടൂ. ഇനി ആ 4 സൈഡ്സും ഇല്ലേ അത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഫോൾഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് പശ എഡ്ജസിൽ മാത്രം ഒന്ന് തേച്ച് കൊടുക്കാം, പിന്നെ പറഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എങ്ങാനും ഇളകി പോന്നാലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പശയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂടോ, ഫ്രെയിം റെഡി ആയിക്കണു. ഈ ആർമിയുടെ ഇന്നലെയാണ് ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞല്ലോ. അപ്പം തന്നെ പിൻട്രസ്റ്റിൽ പോയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുപ്പിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൈകൊണ്ട് വരച്ചിട്ട് ചെയ്യാം. എനിക്ക് പിന്നെ അതിനുള്ള സമയമില്ലല്ലോ ഇനി. ഒരു വലിയ എത്ര ഷീറ്റിൽ ഇങ്ങനെ പ്രിൻ്റ് എടുക്കാൻ ആകെ 30 രൂപയോട്ട് വരുള്ളൂ. നമുക്ക് ഇഷ്ടം പോലെ സ്റ്റിക്കേഴ്സ് കിട്ടും. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ജേണൽ സപ്ലൈ വീഡിയോയിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഈ ചെക്കന്മാരുടെ ഫോട്ടോസും പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവരുടെ പേര് അറിയാത്ത കാരണം കേട്ടോ ഞാൻ ചെക്കന്മാർ എന്ന് പറഞ്ഞത്. എനിക്ക് ആകെ അറിയണത് അതിൽ ജിൻ, പിന്നെ വി, ഇതൊക്കെ എനിക്കറിയുള്ളൂ. അതും ഇങ്ങടെ കമൻറ്റ് കണ്ടിട്ട് പഠിച്ചതാണ്. മൊത്തത്തിലൊരു പർപ്പിൾ മയം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പർപ്പിൾ പെയിൻ്റ് എടുത്തിട്ട് ആ ഫ്രെയിമിൽ മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ച് നശിപ്പിച്ചു. ലേശം ഡാർക്കായി പോയോ? അതൊന്നും സാരില്ല. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ അതിൻ്റെ ബാക്കിൽ ഫെവിക്കോൾ തേച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇതിപ്പോൾ എന്തിനാണ് ഉണ്ടാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ടേബിളും വെക്കാം, അല്ലെങ്കിൽ വോൾ ഡെക്കറേറ്റ് യൂസ് ചെയ്യാം. വേറെ കുറച്ച് സ്റ്റിക്കേഴ്സിൽ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടല്ലോ കുറച്ച് കട്ടിയുള്ളത്, അത് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒട്ടിച്ചിരിക്കുന്നത് മൊത്തം ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ. ഇത് ഇവരാണല്ലോ മെയിൻ. ഇവരൊന്നും കൂടി ഒന്ന് പൊന്തിക്കോട്ടെ വിചാരിച്ചിട്ട് ഡബിൾ സൈഡ് ടേപ്പും കാർഡ്ബോർഡും കൂട്ടിയിട്ട് ഒരു സാൻഡ്വിച്ച് പരിവാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഫോട്ടോൻ്റെ ബ്രെഡ്ത്ത് അനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ നേരത്തെ ഫ്രെയിം കട്ട് ചെയ്തത്. അത്രേ ഉള്ളൂടോ, ഭയങ്കര സിമ്പിളാണ്. വേണ്ടത് കുറച്ച് സ്റ്റിക്കേഴ്സ് മാത്രം. ഇതുപോലെ നിങ്ങൾക്ക് ബ്ലാക്ക് പിങ്കോ ആസ്ട്രോയോ അങ്ങനെ ആരൊക്കെ ഉണ്ടല്ലോ അവരോടൊക്കെ ചെയ്തെടുക്കാം. അടിപൊളിയല്ലേ? വേണമെങ്കിൽ ബാക്കിൽ ഒരു കാർഡ്ബോർഡ് ഒട്ടിച്ചിട്ട് ടേബിൾ നോക്കാം. ഇങ്ങനെയുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് എനിക്ക് വായിക്കാലോ.